വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായി കൂടിക്കാഴ്ച നടത്തി. കൈലാസ് മാനസരോവർ യാത്ര, അതിർത്തിയിലെ സേനാ പിന്മാറ്റത്തെ തുടർന്നുള്ള സാഹചര്യം എന്നിവ ചർച്ചയായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എയർ കണക്ടിവിറ്റി സംബന്ധിച്ച വിഷയങ്ങളും ചർച്ചയായി. വിവരങ്ങളുമായി ഐസൻ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നു. ഐസൻ, വിവരങ്ങൾ. നിരിമ, തീർച്ചയായും കഴിഞ്ഞ നവംബറിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടക്കുന്ന ചർച്ചയാണിത്. നമുക്കറിയാവുന്നതാണ് കൈലാസ് മാനസരോവർ യാത്രയും അതുപോലെ തന്നെ ഈ അടുത്ത കാലത്തുണ്ടായ, അതായത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോട് അമേരിക്കൻ സന്ദർശനത്തിനോടൊക്കെ അനുബന്ധിച്ചുണ്ടായ ചില സംഭവവികാസങ്ങളോടടുത്ത് അതിർത്തിയിൽ, അതായത് ചൈനീസ് അതിർത്തിയിൽ പൂർണ്ണമായും ഈ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി നിരവധിയായ നടപടിക്രമങ്ങൾക്ക് മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി സേനാ പിന്മാറ്റം പൂർണ്ണമായി നടത്തി. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ നടന്ന കൂടിക്കാഴ്ചയെല്ലാം തന്നെ, ചർച്ചകളെല്ലാം തന്നെ പ്രധാനമായും ഊന്നിയത്. സേനാ പിന്മാറ്റത്തിന് ശേഷമുള്ള അതിർത്തിയിലെ സാഹചര്യം കൃത്യമായി വിശകലനം ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ട് രാജ്യങ്ങളും സേനാ പിന്മാറ്റം നടത്തി പട്രോളിംഗ് മാത്രം നടത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. സൈന്യത്തിന്റെ സംവിധാനങ്ങളെല്ലാം തന്നെ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള സംഭവവികാസത്തിന് ശേഷം ആ പഴയ രീതിയിലേക്ക് 2021 രീതിയിലേക്ക് തിരിച്ചുപോയതിനു ശേഷമുള്ള സംഭവവികാസങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് വാങ്ങിയും അതുപോലെ തന്നെ എസ് ജയശങ്കറും തമ്മിൽ നടന്നത്. അതിനുശേഷം മറ്റു പ്രധാന വിഷയങ്ങളിലും ചർച്ച നടന്നു. അതിൽ കൈലാസ് മാനസരോവർ യാത്രയും വന്നു എന്നതാണ് മറ്റൊരു പ്രധാന വിഷയം. എടുത്തു പറയേണ്ടത്, ഈ ഇന്ത്യയും ബീജിംഗും തമ്മിലുള്ള, അല്ലെങ്കിൽ മറ്റ് ഡൽഹിയും ബീജിംഗും തമ്മിലുള്ള എയർ കണക്ടിവിറ്റി കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള നീക്കങ്ങളും നടത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും എയർ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതോടെ വലിയ തോതിലുള്ള സാധ്യതകൾ ഇരു രാജ്യങ്ങളിലേക്കുമുള്ള യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സാധ്യമാകും. അതുപോലെ തന്നെ വാണിജ്യ ബന്ധങ്ങളും വാണിജ്യ ഇടപാടുകളും വർദ്ധിപ്പിക്കുന്നതിനുള്ള സാഹചര്യം കൂടി ഒരുങ്ങുമെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ചൈന ഇന്ത്യ പ്രശ്നങ്ങൾ പരിഹരിച്ച് ചൈന ഇന്ത്യ സൗഹൃദത്തിലേക്ക് നീങ്ങുന്നു എന്നതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇന്ന് ജോഹന്നാസ്ബർഗിൽ നടന്ന കൂടിക്കാഴ്ച.